എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ദേവീ കടാക്ഷവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ ഇന്ന് പ്രതിപാദിക്കുന്നത്. അതിൽ തന്നെ ആദ്യം അശ്വതി നക്ഷത്രം. ഉന്നത സ്ഥാനലബ്ധി കരസ്ഥമാകും. ധനപരമായി മികച്ച സമയമാണ്. കഠിനമായി പരിശ്രമിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സുഹൃത്തുക്കളുമായി അകലാതിരിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കണം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് സുരക്ഷിതത്വമില്ലായ്മ ഉണ്ടാകും. മുറിവോ ചതവോ അപകടങ്ങളോ പറ്റുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കിട്ടാതിരുന്ന പൈസയും മറ്റും പിരിഞ്ഞു കിട്ടുന്നതായിരിക്കും. മനസ്സിനെ ചഞ്ചലമാക്കി സംഗതികൾ കൂടുതൽ അനുകൂലമായി വരുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. യാത്ര കൊണ്ട് പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല. തിക്താനുഭവങ്ങൾ അനുഭവത്തിൽ വരാം. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. ആരോഗ്യം മികച്ചതായി തുടരും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. തൊഴിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രയിൽ അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരാം. അടുത്തത് പൂയം നക്ഷത്രമാണ്. തൊഴിലിൽ മേന്മയുണ്ടാകും. അതുപോലെ തന്നെ പേരും പെരുമയും വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. കർഷകർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. വിവിധ തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. സഹായ സഹകരണങ്ങൾ പല കോണുകളിൽ നിന്നും ലഭിക്കും. അതുപോലെ തന്നെ രോഗാതുരായിരുന്നവർക്ക് രോഗശാന്തി വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ബന്ധുക്കൾ അനുകൂലരായി തീരുന്നതായിരിക്കും. ഇടപാടുകളിൽ നിന്നും മറ്റും ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും അതുപോലെ തന്നെ ധന അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അടുത്തത് അത്തം നക്ഷത്രമാണ്. തൊഴിൽ സ്ഥാപനത്തിന് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ആകർഷകമായി സംസാരിക്കുവാൻ സാധിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ആഗ്രഹപ്രാപ്തി ഉണ്ടാകും. യാത്രയിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. വ്യാപാരികൾക്ക് മികച്ച ദിവസമായിരിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. കൃഷിയിലൂടെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് സമ്മാനാദി ലാഭം ഉണ്ടാകും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. വളരെ കാലമായി കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ സഫലമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും പഠനകാര്യങ്ങളിലും മറ്റും മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. കച്ചവടക്കാർക്ക് ഇന്ന് മികച്ച ലാഭം കൊയ്യാൻ പറ്റുന്ന ദിവസമായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. പണം മറ്റുള്ളവർക്ക് കൊടുത്താൽ തിരികെ ലഭിക്കുവാൻ പ്രയാസപ്പെടും. കൂടാതെ തന്നെ ബാങ്ക് ഇതര ഇടപാടുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. സ്വർണവും മറ്റും പണയം വെച്ചത് തിരികെ എടുക്കുന്നതായിരിക്കും ഉത്തമം. ധനപരമായ അനിശ്ചിതത്വം അനുഭവത്തിൽ വരാം. വിവാഹ ആലോചനകൾ മുടങ്ങും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. വലിയ പ്രതീക്ഷ വെച്ച് ചെയ്ത പല കാര്യങ്ങളും നഷ്ടത്തിൽ കലാശിക്കും. ആരോഗ്യപരമായി അല്പം ക്ലേശം അനുഭവത്തിൽ വരുന്ന ദിവസമായിരിക്കും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. പലവിധമായ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. ഭീരുത്വം, കുടുംബകലഹം എന്നിവയൊക്കെ ഇന്നത്തെ ദിവസം മനസ്സിൽ ഉണ്ടാകും. അതുപോലെ തന്നെ കലഹങ്ങൾക്കും മറ്റും പോകാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കുക. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. മാതാവിന് നല്ല ധനലാഭം ഉണ്ടാകും. നിർമ്മാണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. പ്രശ്നങ്ങളെ ധീരതയോടുകൂടി നേരിട്ട് വിജയം കൈവരിക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. സന്താനങ്ങൾ മൂലം സന്തോഷം ലഭിക്കും. കലാമത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. അകന്നു കഴിഞ്ഞവർ അടുത്തു വരും. വിദേശത്തു നിന്നും നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ സാധിക്കും. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. കൂടിയ വരുമാനം ലഭിക്കും. സ്വന്തം പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. യാത്രകളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ശ്രദ്ധാപൂർവം ജോലി നിർവഹിക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.